കിഡ്നിയിലെ ക്യാൻസർ സംബന്ധമായ മുഴകളെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പ്രായപൂർത്തിയായ മനുഷ്യരിൽ ആകെയുള്ള ക്യാൻസറുകളുടെ 2 മുതൽ 3% കിഡ്നി സംബന്ധമായ ക്യാൻസറുകൾ. പ്രധാനമായും ഇവയുടെ ലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ, സാധാരണയായി മറ്റ് അസുഖങ്ങൾക്കായിട്ട് നമ്മൾ സ്കാനുകൾ മറ്റും എടുക്കുമ്പോഴായിരിക്കും മിക്കവാറും ഈ കിഡ്നിയിലെ ക്യാൻസറുകൾ, മുഴകളൊക്കെ കാണാറുള്ളത്. അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തം വരുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്, ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കിഡ്നിയിലെ ക്യാൻസറുകൾ കാണാറുണ്ട്. വിരളമായി മറ്റ് അസുഖങ്ങൾ, അതായത് ഈ ക്യാൻസറുകൾ പല കെമിക്കലുകൾ ഉണ്ടാക്കും, ഹോർമോണുകൾ ഉണ്ടാക്കും. അവയുടെ ഇഫക്റ്റ് വെച്ച് നമ്മൾ കിഡ്നി ക്യാൻസറുകൾ കണ്ടെത്താറുണ്ട്. പ്രധാനമായിട്ടും രക്താതിസമ്മർദ്ദം, പോളിസൈത്തീമിയ, അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ കൂടുന്ന കണ്ടീഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുള്ളതാണ്. ഇതൊക്കെ വളരെ റെയറാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും പുകയിലയുടെ ഉപയോഗമാണ് കിഡ്നി ക്യാൻസറിൻ്റെ കാരണമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അമിതവണ്ണം, രക്താതിസമ്മർദ്ദം, ഇതൊക്കെ കിഡ്നി ക്യാൻസറിന് ഒരു പരിധിവരെ കാരണമാകാറുണ്ട്. ചില ടോക്സിനുകൾ, കെമിക്കലുകൾ ഒക്കെ കിഡ്നി ക്യാൻസറിന് കാരണമാകാറുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കെമിക്കൽ ഫാക്ടറികൾ, പെയിൻറ്റ് ഫാക്ടറികൾ, ഇവയിലൊക്കെ ഉണ്ടാകുന്ന ചില കെമിക്കലുകൾ, അവയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിഡ്നി ക്യാൻസറുകൾ ഉണ്ടാക്കാറുണ്ട്. ഇനിയും ഇതിൻ്റെ ടെസ്റ്റുകൾ, ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് കിഡ്നിയുടെ CT, അതായത് CT യൂറോഗ്രാം എന്ന് പറയും. നമ്മൾ കോൺട്രാസ്റ്റ് മരുന്ന് കുത്തിവെച്ചുള്ള CT ആണ് കിഡ്നി ക്യാൻസറിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട ടെസ്റ്റ്. കൂടാതെ മൂത്രത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. അതുപോലെ ഇത് എങ്ങോട്ടെങ്കിലും പടർന്നിട്ടുണ്ടോ എന്നറിയാൻ ചെസ്റ്റിൻ്റെ CT അല്ലെങ്കിൽ എക്സ്റേ, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ മുഴകളാണെങ്കിൽ നമ്മളത് കരിച്ചു കളയാറുണ്ട്. അതായത് റേഡിയോ ഫ്രീക്വൻസി, തെർമൽ അബ്ലേഷൻ എന്നൊക്കെയുള്ള ചികിത്സകൾ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അതിനു മുമ്പ് നമ്മൾ ആ മുഴകളിൽ നിന്നും ബയോപ്സി എടുത്ത് അത് കൺഫേം ചെയ്യണം. അതല്ലാത്ത പക്ഷം നമ്മൾ യൂഷ്വലി സർജറിയാണ് ചെയ്യുക. അതായത് ഈ മുഴകൾ നീക്കം ചെയ്യാം. ഒരു പരിധി വരെയാണെങ്കിൽ കിഡ്നിയിൽ നിന്നുള്ള മുഴകൾ മാത്രമായിട്ട് നീക്കം ചെയ്യാം. വലുതാണെങ്കിൽ ആ കിഡ്നി മുഴുവനായി നീക്കം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളതിന് പാർഷ്യൽ നെഫ്രക്ടമി അല്ലെങ്കിൽ റാഡിക്കൽ നെഫ്രക്ടമി എന്ന് പറയും. ഇതിൽ നമ്മുടെ ബയോപ്സി റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ഫർദർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതായത് കീമോതെറാപ്പി, ഇപ്പോൾ പുതിയതായിട്ട് ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി എന്നൊക്കെ പറഞ്ഞുള്ള ചികിത്സകളും ഇതിന് ഇന്ന് അവൈലബിൾ ആണ്.